സ്വാഗതം ഓതുമീ മലമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി സ്വാഗതം ഓതുമീ മലമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി താലിയും മാലയും ചൂടി നിൽക്കുന്ന വാടിയിൽ തളിരിളം പുല്ലുപായ് നെയ്തു വിൽക്കുന്നു സുന്ദരി ഇവിടെ സ്വപ്നങ്ങൾ കുടിലു കേട്ടുന്നു ധനിസ പദനി മപദ ഗമദ സ്വാഗതം ഓതുമീ മലമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി സ്വാഗതം ഓതുമീ മലമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി ദാഹവും മോഹവും മൂടി വയ്ക്കുന്ന പെണ്ണിവൾ താരിളം തെന്നലിൻ ചാമരം വിശും നിങ്ങളെ ഇവിടെ മോഹങ്ങൾ ചിറകു നീർത്തുന്നു ധനിസ പദനി മപദ ഗമദ സ്വാഗതം ഓതുമീ മലമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തം
and gentlemen, we will have a word of prayer. Let us all stand. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. കാരുണ്യവാനും മനസ്സിലുള്ളവനുമായ സ്വർഗസ്ഥ പിതാവേ, ഏത് സമയത്തും അവിടുത്തെ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ നീ ഞങ്ങൾക്ക് അനുവാദവും അവകാശവും തന്നിട്ടുള്ളത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ കൊണ്ട് നീ ഞങ്ങൾക്ക് പുത്രത്വത്തിന്റെ അവകാശം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മക്കളുടെ ആവശ്യം അറിഞ്ഞ് തക്ക സമയത്ത് അവരെ സഹായിപ്പാൻ തക്കവണ്ണം നീ എല്ലായ്പ്പോഴും ഞങ്ങളോട് മനസ്സിലും സ്നേഹവുമുള്ള നല്ല പിതാവാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വ്യക്തികളായി മാത്രമല്ല കുടുംബമായി അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തുകയും സമൂഹത്തിൽ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങളെ തരികയും അങ്ങനെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും നൽകി നിന്റെ കൃപയിൽ കാത്തു പരിപാലിക്കുന്നത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ ഭവനത്തിൽ നിന്ന് വിശുദ്ധ വിവാഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിന്റെ ആലയത്തിലേക്ക് ആ ശുശ്രൂഷയ്ക്ക് പുറപ്പെടുവാൻ തിരുമുൻപാകെ കാത്തു നിൽക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കണം. നീ അവനോട് കൂടെ ഇരുന്നു അവൻ്റെ വിദ്യാഭ്യാസം, ജോലി, പ്രവർത്തനങ്ങളിൽ എല്ലാറ്റിലും നിന്റെ കൃപയും സഹായവും ഉണ്ടായിരുന്നെത്രത്തോളം ക്ഷേമമായി അവനെ കാത്തു പരിപാലിച്ചു. അവനെപ്പറ്റി ചിന്തിക്കുന്നതിനും ആവശ്യമായ എല്ലാ നല്ല പരിശീലനം നൽകുന്നതിനുമൊക്കെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ട ഇഷ്ടജനങ്ങളെയും എല്ലാം നീ പ്രദാനം ചെയ്ത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് അവിടുത്തേക്ക് ഒരു ദിവ്യ ഉദ്ദേശമുണ്ടല്ലോ. അത് യേശുക്രിസ്തുവിനോട് ഒരുമിച്ച് ജീവിച്ച് അവൻ്റെ സാക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ്. അതിനായി നിന്റെ മകനെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഇന്ന് വിശുദ്ധ വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ അവനൊരു കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇടുവാൻ തുടങ്ങുന്നു. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവക്കാരൻ വൃഥാ ജാഗരിക്കുന്നുവെന്ന് നിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, അവരുടെ ഒരു കുടുംബ ജീവിതത്തിന് അടിസ്ഥാനം ഇടുന്നത് തിരുമേനിയാകുന്നു. വളർന്ന് നിങ്ങളുടെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ മുൻപോട്ട് വന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധ വിവാഹം മൂലം ഒന്നായി ചേർത്ത് ഒരു കുടുംബമായി അത് നിലനിൽപ്പാൻ അവർക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകൾ നിവർത്തിക്കപ്പെടുന്ന സമയത്ത് നീ തന്നെ അവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിക്കുകയും അവരെ ഒന്നാക്കി നിന്റെ സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ട് നിറച്ച് ഒരു വിശുദ്ധമായ ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ നൽവരങ്ങളാലും നിന്റെ മക്കളെ
അനുഗ്രഹിക്കുകയും അതേ നിറയ്ക്കുകയും അതിയായി നിന്നെ അവർ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ തങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണം ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദൂര സ്ഥലത്തു നിന്നും സ്നേഹിതരായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നിലനിർത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എൻ്റെ മകനെ വിശേഷാൽ അനുഗ്രഹിക്കുകയും ഈ ശുശ്രൂഷയ്ക്കായി അനുവദിക്കുകയും ചെയ്യണമേ. അവനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ദാസിയെയും വാഴ്ത്തണമേ. കാനാവിൽ എഴുന്നള്ളി വിവാഹത്തെയും അനുഗ്രഹിക്കുകയും കുറവുകളെ പരിഹരിച്ച് അവരെ സന്തുഷ്ടരാക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ആ ദിവ്യ സാന്നിധ്യം ഇന്ന് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കുകയും അതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇടവരുവാൻ മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണമേ. എല്ലാറ്റിനായും ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നു. സർവവും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വരണമേ, തിരുവിഷ്ണു പോലെ ഭൂമിയിലുമാകണമേ. തരണമേ, കടക്കാരോട് ക്ഷമിച്ചിരിക്കുപോലെ കടങ്ങൾ രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ നാം എല്ലാവരോടുകൂടെയും വിശേഷാൽ ഇന്ന് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാരോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ.
There's a land that is fair, and by faith we can see it afar. For the Father waits over the way to prepare us a dwelling place there. In the sweet, sweet by and by, we shall meet on that beautiful shore. In the sweet, sweet by and by, we shall meet on that beautiful shore. To our bountiful Father above, we will offer our tribute of praise for the glorious gift of His love and the blessings that hallow our days. In the sweet, sweet by and by, we shall meet on that beautiful shore. In the sweet, sweet by and by, we shall meet on that beautiful shore. In the sweet, sweet by and by, we shall meet on that beautiful shore. In the sweet by and by.
പരിശുദ്ധ ഊഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങൾ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളെ ആരും പൂഞ്ഞങ്ങളെ ആരും അതിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടിയും ആത്മത്തിൽ നിന്നെ പ്രസാദിച്ചിട്ടുള്ള ചില പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിൽ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സന്മാരുടെ സംഘങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയറ്റും. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും നാട്ടെ മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകുന്നു അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛവിചാരികളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തിൽ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധാനങ്ങൾക്ക് മേലായി മഹത്വപ്പെട്ടിരിക്കുന്നവനും നന്മകൾ സർവദാസ്മൃതികളോനും സകലാത്മകളിൽ വന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ അറിവും നന്മകളുടെ എന്നതീയമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്ത സർവസ്ഥകളിൽ നിന്ന് മരണത്തിൽ നിൽക്കുമായിട്ടിരിക്കുന്നതായ വെടിപ്പുള്ള മോറാൻ നീയാകുന്നു. മധുരദാസികളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പണിതപ്പെടുവാനും വിവാഹത്തിന്റെ ആനന്ദം മധുരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ച നീയാകുന്നു.
ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ദാവമാതിനെ കാരണവരാൽ അനുഗ്രഹമാക്കി തീർക്കണം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, സഭയുടെ മാരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം ദൈവികമായ അനുഗ്രഹങ്ങളുണ്ട്. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പുത്രിയാകുന്ന മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, ിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും മറ്റും ലോകത്തിലും കഴിവില്ലാത്തവരെ സന്തോഷിപ്പിക്കണമേ. പിഴിഞ്ഞു പോകുന്ന ഈ മണവറയിലൂടെ ആവിഷ്കാരം പ്രകാരം വരെ നിലങ്കരിക്കണമേ. ആനന്ദപൂർവരെ നടിപ്പിക്കണമേ. കർത്താവേ, നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം സ്വാതന്ത്ര്യപ്പെടുത്തണമേ. വിവാഹത്തിൽ നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അല്ലയോ നീ വിവാഹ നിശ്ചയം ചെയ്യുകയും തന്റെ ശ്രേഷ്ഠ സന്നദ്ധ വിലക്കീഴാകുന്ന ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാതൃകബിംബമുള്ള പരിമളവും വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിനെ ശരീരത്തിന് മഞ്ഞുവിനും നിർമ്മലയെ കാത്തുകൊള്ളുവാൻ ഇവരെ നിശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ രൂപായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ തന്റെ കൃപയാലും ബഹുലങ്ങളായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരും കായിക്കും എന്നേക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നേട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായ മോദനത്തോടുകൂടെ കൃപയും തന്റെ കാരുണ്യയുടെ വാഴും തന്നിൽ നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ ആദർശമായ മരത്തെ സ്വീകരിക്കാം. ആത്മാവിന്റെ ശരീരത്തിലെ സന്തോഷത്താലും തനിക്ക് നിരവധാനമായി സ്തോത്രവും നിഗ്രഹിക്കുകയും ചെയ്യണം. അന്യോന്യവാദിച്ചിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൊൻപിടാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന മാതൃകളോടെ സ്വർഗീയ വാഴ്ത്താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊക്കെ കൊണ്ടുവരെ തലം കലിക്കട്ടെ. പ്രകാരം നീതിയുടെ മോചനങ്ങളാൽ താൻ ഇവരെ പൊൻപിടാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശം വരാത്ത ആഗ്രഹിക്കുന്ന കലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ദേവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യർക്കത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും കാര്യമായ മനസ്സിലൊന്ന് ദൈവരെ രക്ഷിക്കട്ടെ. ഗ്രഹത്തിന്റെ ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും അവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, ഉണ്ടാകുന്ന ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളിൽ അവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് അവർക്ക് വർദ്ധിച്ചു കൊടുക്കണമേ. നല്ല ശുദ്ധവിശ്വാസത്തിനവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് നയവാസം കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് നൽകണമേ. ഈ കല്യാണം വരുന്ന മനസ്സിലാക്കണേലും നിന്റെ നമ്മളുടെ വാഴകൾ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. അതിപ്പോഴും എന്നേക്കും തന്നെ. ഞാൻ
വാഴ്ന്നിടുന്നു. ഇതിനാലവനെ വന്ദിക്കുന്നേ, വിഗ്രഹഭക്തി ദുശ്ശിഷ്ടമേ. അർത്ഥം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാമീശോയെ സ്തോത്രം. യോഗ്യത തന്നവന് ഭാഗ്യം, ജ്ഞാനത്താൽ വിശുദ്ധാത്മാവേ. ആയുധമെന്നെ ചാട്ടിതാൻ മാംസം രക്തം ബോധിരമായി. ഇട്ടു തന്ന വിരലിന്മേൽ മണവാളൻ താൻ സൂര്യനാഭം. മണവാട്ടി പകലോട് തുല്യ പരിമള വൃക്ഷത്തോടങ്ങേ. ഇരുന്ന സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30,000, ഒന്ന് 60,000, ഒന്ന് 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീപ ആരാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടു വന്നവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. നെയ്വേലി ഭാഗത്തു നിന്നൊക്കെ തമിഴ് സംസാരിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. The first part of the service is over, and that service is called blessing of the ring. It is a symbol of the covenant relationship between the bride and the bridegroom. Now the second part of the service is beginning. It is called the blessing of the crown. Crown is the symbol of a cross. Cross signifies two important factors in human life. First thing is your security in your life. Second, not only your security, but He is always your protection. Let us all pray together to the Almighty God that this bride and the bridegroom will have a secure life under the shelter of the cross. Before starting the second part, the church choir will sing Adya Vivaha Nani. Amen.
ഈ മണവാളനെയും മണവാട്ടിയും അനുഗ്രഹിക്കണമേ എന്ന് പട്ടക്കാരൻ റൂസ്മായുടെ അടയാളത്താൽ ക്രൂസിന്റെ അടയാളത്താൽ അവരെ ആശീർവദിക്കുമ്പോൾ തങ്ങൾ തന്നെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി ആ സമയം മണവാളനും മണവാട്ടിയും കുരിശു വരയ്ക്കണം. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ആ ഗീതത്തിന്റെ ഒടുവിലായി ദൈവകൃപ ചെയ്യണമേ എന്നുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരുമിച്ച് പാടുകയും ചെയ്യണം. കല്യാണ വിരുന്ന് കഴിഞ്ഞ തവണറക്കിനെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ കല്യാണ വിരുന്ന് ക്ഷണിക്കപ്പെടുന്നവർക്ക് എന്റെ സന്തോഷങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെയിലും നിനക്ക് വേണ്ടി വിധാനം വിശ്രഹായിക്കുന്ന സ്തോത്രം വരെ ചെയ്യുമാറാകണമേ. ഇപ്പോഴും ഒന്നേക്കും തന്നെ നിന്റെ നന്മരങ്ങളാൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവികമായ കൽപ്പനയുടെ ആനന്ദം കൊണ്ട് ഇവരെ നീ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂപായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ ദുരിതത്തിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ പ്രസാദിക്കുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ സുരക്ഷാധ്യാനത്തിൽ വസിക്കുന്നവരും പ്രത്യേകമായി അവിടെ അടുത്ത് വന്ന് നിന്റെ കണ്ണടനും കീഴിലും ദയടുത്തരങ്ങളിൽ അഭയം പ്രാർത്ഥിക്കുന്നതിനുമായ അടിയാരെ നീ വാഴ്ത്തണമേ. തങ്ങളുടെ സകല പ്രവർത്തികളിൽ ഉത്തരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. ഇവരെ സ്നേഹിക്കുന്നവരും പാപങ്ങൾ ധരിക്കുന്നവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ വർഷത്തേക്ക് അടുത്തരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടുക്കൽ ഓടിപ്പോകാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മതിരിത്തോട്ടത്തിൽ നീരുടെ വേലക്കാരും എന്നോടുള്ള ഭയങ്കരതയിലും കർത്തയുടെ അനുഷ്ഠാനത്തിൽ ദാട്ടുള്ളവരാകാനും ഞങ്ങൾക്ക് വർക്കം ഇടയാക്കണമേ. നല്ല മനുഷ്യരെ സ്നേഹിക്കുന്നതിനും ഇപ്പോഴും എന്നേക്കും തന്നെ.
ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹത്തിൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്നു. അപ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭാശിഷ്യന്മാരെ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായൻ തന്റെ സഭയെ സ്നേഹിക്കും. ജലസ്നാനത്താലും വന്നത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാനും മഹത്വമുള്ളതായ മാലിന്യവും കറയുമില്ല ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായ തനിക്ക് തന്നെ സഭയായി അതിനെ നിവർത്തിപ്പാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം ഞങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള ഞങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ശങ്കരയിലായി നീ യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിന്റെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരവന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ചവരെ തൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവരുടെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണക്കാരെങ്കിലും ഒരുത്തവന്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവനവരോട് ഉത്തരമായിട്ട് അരളി ചെയ്തത്, ആദ്യം സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവരെ ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ബസ്മുദാബോ ഉദാബരോ വലർമുഖോ കായോ കാദീസലോലം ഓർമീനാമേ ലീലാബിദേ ജുമോരാ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മണവാട്ടി
അതിരില്ലാത്ത ആഗ്രഹിക്കുന്ന കലകാരങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും നിങ്ങളുണ്ട് എന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിൽ പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തിയിട്ടെ മുദ്രയിടട്ടെ. സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം താമസിച്ച് സകലപുത്രങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന് മാലാഖ നിങ്ങളോട് ഇടയിരുന്ന് നാഗൽ ക്രിസ്താട് വഞ്ചനം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. അന്യോന്യം നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെറുനായ അവസരത്തിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ നിന്നെ സഹായിക്കുന്നു പറഞ്ഞ് ആ വാഴി നിങ്ങളെ ലസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും സുരക്ഷത്തെ പ്രസാദിക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ മേലും ബന്ധപ്പെട്ട കാരണങ്ങളാൽ നിങ്ങളുടെ നില വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രീഡകളുടെ മേൽ വസിക്കട്ടെ. നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് വാഴട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. അലസഭാവത്തേക്കളിനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. ഇസ്രായേലിൽ പുറപ്പെടുവിച്ചാണാട്ടിയായിട്ട് ചെയ്യുവാൻ സീനാഗത്തിൽ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും ചെയ്യണം. പാട്ട് വന്ദനം
ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നാം കൈക്കൊണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട പൂർണ്ണന്മാർ നമ്മെ പരിവേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകൾ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായിട്ട് നാം കൽപ്പിക്കണം. നമ്മുടെ കർത്താവായ മുഖാന്തരമാകുന്ന ജീവന്റെ മേൽ തുടരുമ്പാകെ നീവാട് മുമ്പാകെയും ദേവന് മുമ്പാകെയും ഈ യോഗത്തിന് മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തതിന് മുമ്പാകെയല്ല അറിയുന്നതിന് മുമ്പാകെ എത്ര നിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതിക്കൊള്ളും. ഇതാ ഇത് മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിട്ടിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യാവുന്ന സ്ഥലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സമ്മാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്റെ മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാമത്തെ എല്ലായ്പ്പോഴും വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു. ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനി അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും അവളെ വസ്ത്രം ധരിക്കുമാറാക്കണം. അവന് വിശന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമല്ലോ ആകുന്നു. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. ദരിദ്രന്മാരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരായിരിക്കും. തിരുവാതിര ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥന നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ മണയടിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു എന്നുള്ള ബോധത്തിൽ പള്ളി ആരാധന സംബന്ധിക്കുകയും ഒരുമിച്ച് പ്രധാനമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം സമയം കഴിയുകയും നിങ്ങൾ ദൈവത്തിന്റെ ഗ്രഹവിചാരമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ വരുമാനത്തിന്റെ അംശം വർദ്ധിച്ച് സമൂഹത്തിനായിട്ട് സഭയുടെ സുവിശേഷ വേലയ്ക്കായിട്ട് ഉപയോഗിക്കണം. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ കുടുംബജീവിതം അനുഭവിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദം കഴിയുമ്പോൾ ഗായകൻ ഒരു പാട്ട് പാടുകയും തുടർന്ന് മാരേജ് രജിസ്റ്റർ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ചുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന പ്രിയ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ ഈ പ്രാർത്ഥനകൾ ഉന്നതമായ അവിടുത്തെ മുഖാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
ജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ. Life is a flower and love is nectar. Life is a flower and love is nectar. മനുജ ജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ. സ്വപ്നം പോൽ നിങ്ങൾ തമ്മിൽ സ്വർഗം തേടാൻ ആശിപ്പു ഞങ്ങൾ. Wish you both a happy and prosperous wedded life. മനുജ ജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴ്വിൻ. ഒരു തണൽ മരക്കൊമ്പിൽ നിറയും ചില്ലകൾക്കുള്ളിൽ കൂട് കൂട്ടുവിൻ നിങ്ങൾ വാനം പാടികൾ പോലെ. പൊന്നും മോതിരമെന്നും നിങ്ങളെ ഒന്നാക്കിയിടട്ടെ എന്നും ഞങ്ങളുടെ ആശംസകളുടെ ശോഷണ പൂക്കൾ. May heaven's choicest blessing be showered on the young couple. മനുജ ജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ.
മോതിരം കൊടുക്കട്ടെ. അത് കച്ചയൊന്ന് താത്തി പിടിക്കണം. ഒന്നുകൂടെ മയങ്ങിയില്ല, ഉറങ്ങുന്നില്ല. യഹോവാവിന്റെ പരിപാലവും അവൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തന്ന പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല. യഹോവാവ് ദോഷവും കിട്ടാതെ കൊണ്ട് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അവരിലേക്ക് സ്ഥിരമാക്കും. സ്നേഹം അവനെ ഹൃദയത്തിന്റെ വ്യാപി നിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ള ഏത് പ്രസ്ഥാനങ്ങളും വിജയശ്വരായ അവസ്ഥയിൽ ഞങ്ങൾക്ക് തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങൾ നിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞങ്ങളുടെ ഓരോ ചെയ്തികൾ പ്രവർത്തിപ്പാൻ കൊണ്ട് ഞങ്ങൾ ആസ്വദിക്കുന്നു. അതല്ലാതെ ഞങ്ങൾക്ക് വിജയകരമായ നടത്തുന്ന മറ്റ് യാതൊരു വഴിയുമില്ല. ആകയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതലിലേക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങൾ വെച്ചു. നീ അതിന് ഞങ്ങൾക്ക് പ്ലാനുകളും വഴികളും ഒരുക്കി തന്നു. അത് ഇന്നത്തെ ദിവസം നടത്തി ഇന്ന് വധുവും വരനും രണ്ടുപേരും തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ അവരുടെ സ്വന്തം വീടാകുന്ന വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഞങ്ങൾ അപേക്ഷിച്ച പ്രകാരം എല്ലാം മംഗളമായി നടക്കത്തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിജയം നിന്റെ വിജയമാകുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. നിന്റെ മക്കൾക്ക് നീ ചെയ്യുന്നത് കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്ന പ്രകാരം നീ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നതായുള്ള ഉപകാരങ്ങൾ അപാരമാകുന്നു എന്നുള്ള ഓർത്ത് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കന്മാരും ഒന്നിച്ച് യാത്ര പുറപ്പെടുന്നതായുള്ള അവസരത്തിൽ നീ കൂടെ പോവുകയും യാത്രയിൽ എല്ലാവിധമാകുന്ന ക്ഷേമാശ്ചര്യങ്ങളും നൽകുകയും ചെയ്യണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രകാരം ഇന്നത്തെ വിവാഹ ശുശ്രൂഷ എല്ലാവിധത്തിലും മംഗളകരമാക്കി നടത്തി തന്നതുകൊണ്ട് സ്തോത്രം. മഴയില്ലാതെയും പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നതായുള്ള സമയത്തും വാഹനങ്ങളെല്ലാം തക്ക സമയത്ത് ലഭിക്കുന്നതിന് യാതൊരു കേടുപാടുകളും കൂടാതെ ചെന്നെത്തുന്നതിന് നിന്റെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടത്തുന്നതിനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. യേശു മുതൽ രക്ഷിക്കുമ്പോൾ കർത്തൃ നൽകിയവനെ.